പ്രൈസ് ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 60-ാം അധ്യായം 5-ാം വാക്യം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടേനെ, നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ചേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. പ്രിയ മക്കളെ നോക്കൂ, ഹാലലിയ, നമ്മുടെ കർത്താവ് പറ്റി നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ള മക്കളാ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട് നമ്മൾ വിടുവിക്കപ്പെടേണ്ട, അതായത് പ്രിയ മക്കൾ വിടുവിക്കപ്പെടേണ്ടതിനെ നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഹാലലൂയ. അപ്പന്റെ വലങ്കൈ നമ്മളിലേക്ക് നീട്ടുമ്പോൾ നമുക്ക് വിടുതലാ, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയാ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പൻ കരം നീട്ടുമ്പോൾ ആ കരത്തിലൊന്ന് പിടിക്കുവാൻ, അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അപ്പൻ നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. ആ കരത്തിൽ ഹല്ലേലൂയ നമ്മൾ പിടിക്കുക ചെയ്യുന്ന. ഹല്ലേലൂയ. അപ്പൻ പിടിക്കണം. പ്രിയ മക്കളെ, നമ്മൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പിടിയങ്ങ് വിട്ടുപോകാം. പക്ഷെ നമ്മുടെ കർത്താപ്പച്ചൻ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വിട്ടുമാറാൻ പോയാലും അപ്പൻ നമ്മളെ പിടിക്കും. ഹല്ലേലൂയ. വിടുവിക്കാതെ ചേർത്ത് പിടിക്കും. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അതായത് മർക്കോസ് എഴുതിയ സുവിശേഷത്തില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അത് തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാരുമായിട്ട് ഹല്ലേലൂയ പടകിൽ കയറി. ഹല്ലേലൂയ. അതായത് പോകുമ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പറയുന്നുണ്ട്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അതായത് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യം നോക്കുമ്പോഴും ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യത്തിലും ഈ സംഭവം എഴുതിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ കൂടെ നമ്മുടെ കർത്താപ്പച്ചൻ ഉള്ളപ്പോൾ നമുക്ക് പേടിക്കേണ്ടതായ ആവശ്യമില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ശിഷ്യന്മാരോടൊപ്പം തന്നെ യേശുപ്പനും ഉണ്ടായിരുന്നു. ഞാനൊന്ന് വായിക്കുന്നു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്നവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. പ്രിയ മക്കളെ, യേശുപ്പനുള്ള പടകാണെങ്കിലും തിര കയറും. ഹല്ലേലൂയ. അതായത് യേശുപ്പനെ അറിയുന്ന ജീവിതങ്ങളുടെ ഹല്ലേലൂയ മധ്യത്തിലും വിഷമതകള്, ഭാരങ്ങള്, ദുഃഖങ്ങളൊക്കെ കടന്നു വരാം. യേശുപ്പനുള്ള പടകിലാ ഈ തിര തള്ളിക്കയറിയത്. ഹല്ലേലൂയ. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഇത്രമാത്രം തിര തള്ളിക്കയറിയ, അതായത് ചുഴലിക്കാറ്റുണ്ടായ സന്ദർഭത്തിലും നമ്മുടെ അപ്പച്ചൻ നന്നായിട്ട് കിടന്നുറങ്ങിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മൾ പേടിക്കേണ്ടതായ ആവശ്യം വരില്ല. പേടി ഉണ്ടായാലും അപ്പൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മെ കൈക്ക് പിടിച്ചു തന്നെ ദൈവം നടത്തും. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, എന്നിട്ട് ശിഷ്യന്മാർ വന്ന് പറയാ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയ മക്കളെ, നാം നശിച്ചു പോകുവാൻ നമ്മുടെ അപ്പൻ ഒരു നാളും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി അന്ത്യം വരെയും വിശ്വസ്തയോട് നിൽക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് നമ്മുടെ യേശുപ്പന് എപ്പോഴും ഉള്ളത്. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് നോക്കൂ, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മുടെ കർത്താപ്പച്ചന്റെ വാക്കിന്റെ ഹല്ലേലൂയ ആ ബലം നോക്കൂ. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, കാറ്റിനോട് പറയുക, ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക. ഹല്ലേലൂയ. നോക്കൂ, കാറ്റിനെ ശാസിച്ചപ്പോൾ കാറ്റ് നിൽക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൽ ഹല്ലേലൂയ ഏത് ഭാരമേറിയ വിഷയമാണെങ്കിലും അപ്പൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ വിടുതല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊന്ന് വിശ്വാസത്തോടെ അപ്പന്റെ അടുക്കൽ ചെല്ലാം. ഹല്ലേലൂയ. എന്നിട്ട് യേശുപ്പൻ തന്നെ അവരുടെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ?
ഇന്ന് പലരിലും എന്താ, യേശുപ്പനോട് കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് തന്നെ ചോദിക്കുന്നുവെങ്കിലും ഇന്ന് നമ്മോടും അപ്പൻ ചോദിക്കുക, നിന്റെ വിശ്വാസം എവിടെയാ? നീ നാളുകളായിട്ട് എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ലേ? ഹല്ലേലൂയ, എല്ലാ ദിവസവും പ്രേയറിന് പോകുന്നില്ലേ? എല്ലായിടത്തും ആരാധനയിൽ പങ്കെടുക്കുന്നില്ലേ? പിന്നെ നിന്റെ വിശ്വാസം എവിടെ? പ്രിയ മക്കളെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. നാം ഭീരുക്കളായിട്ട് ഇരിക്കുവാനുള്ളവരല്ല, നമ്മുടെ അപ്പനെ ഉയർത്തുന്നവരായി നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് എൻ്റെ കർത്താവിന് എന്നെ വിടുവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മുടെ ഹല്ലേലൂയ വാക്കുകളൊന്ന് ഉറപ്പോടെ ആയി തീരട്ടെ. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാം, ഞാൻ എൻ്റെ യേശുവിലാ വിശ്വസിച്ചിരിക്കുന്നത്, എൻ്റെ കർത്താവിന് എന്നെ വിടുവിക്കുവാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ എന്ത് ഭാരങ്ങൾ കടന്നു വന്നാലും എൻ്റെ കർത്താവ് അറിയാതെയല്ല എനിക്കൊന്നും സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയണം. അപ്പനറിയാതെ തലയിൽ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുകയില്ല. പ്രിയ മക്കളെ, കർത്താവ് അറിഞ്ഞിട്ട് മാത്രമാ നമ്മുടെ ജീവിതത്തിലെല്ലാം കടന്നു വരുന്നത്. ഈ ദിവസങ്ങളിൽ എന്ത് പ്രയാസം വന്നാലും അതിനെ തരണം ചെയ്ത് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരും. നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നോക്ക്, ഇവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. നാളുകളായിട്ട് വചനം കേട്ടിട്ടും ഹല്ലേലൂയ അപ്പനെ അറിയേണ്ടതുപോലെ അറിയാതിരിക്കുന്ന ജീവിതമേ, നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഇന്നെന്റെ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ കർത്താവുമായിട്ടുള്ള ആ ബന്ധമൊന്ന് ഹല്ലേലൂയ ഒന്നും കൂടുതലായിട്ട് അപ്പനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മെ വലം കൈക്ക് പിടിക്കുന്ന നമ്മുടെ അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ചേറ്റുകുഴിയിൽ നിന്ന് നമ്മെ വലിച്ചെടുക്കുന്ന അപ്പന ഹല്ലേലൂയ. പാറയ്ക്കുള്ളിൽ ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പോട് നിർത്തുന്ന കർത്താവിന്റെ കരങ്ങളിലാ നാം ഓരോരുത്തരുമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധി നമുക്കൊന്ന് ഉറപ്പോട് നിൽക്കാം. കർത്താവ് എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ പറയുന്ന വ്യക്തിയെ ഒരു നാളും കർത്താവ് കൈവിടില്ല. ഹല്ലേലൂയ. നോക്കൂ, അപ്പോൾ പറയുന്നുണ്ട്, അവർ വളരെ ഭയപ്പെട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനെ ഭയപ്പെട്ട് തന്നെ നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, യേശുപ്പന്റെ ആ സ്നേഹം ഹല്ലേലൂയ വേണ്ടും പോലെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. അപ്പന്റെ വാക്കിന് ഹല്ലേലൂയ നമ്മൾ വലയിറക്കിയാൽ ഹല്ലേലൂയ അപ്പന്റെ വാക്ക് കേട്ട് നമുക്ക് ഹല്ലേലൂയ പാദം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ശാന്തതയുണ്ടാകും, സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബ ജീവിതം ധന്യമായി തീരുവാൻ, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഏത് ഭാരമേറിയ വിഷയവും അപ്പന്റെ കരങ്ങളിലേക്ക് വെക്ക്. അപ്പൻ നമ്മളെ കരം പിടിച്ച് നയിക്കും. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിൽ മേൽ അപ്പച്ചന്റെ അത്ഭുത മറുപടി കണ്ട് സന്തോഷിക്കുവാൻ ഇടയായി തീരും. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഹല്ലേലൂയ ഓരോ മക്കളുടെയും വിഷയത്തിന്മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവെ, ദിവസങ്ങളിൽ അവരുടെ ഹല്ലേലൂയ അപ്പനുമായിട്ടുള്ള ആ ബന്ധം ഒന്ന് ഹല്ലേലൂയ നന്നായിട്ട് ഉറച്ചു നിർത്തുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. വലങ്കരം പിടിച്ച് ഹല്ലേലൂയ ഓരോ മക്കളുടെയും വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യണം കർത്താവെ. അടുത്ത ദിവസങ്ങളിൽ അപ്പന്റെ സാക്ഷികളായി തീരുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മെ കാത്തു പരിപാലിക്കുന്ന അപ്പച്ചന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.